അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലാണ് നമുക്ക് നിലകൊള്ളുന്നത്. ഇനി പുതിയ ഒരു വർഷത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ നമുക്കൊരു നല്ല ജീവിതം ലഭിക്കണം. തെറ്റുകളിൽ നിന്നും പൂർണ്ണമായ ഒരു മുക്തി നേടി ഒരു കാവൽ ലഭിച്ച് നല്ലൊരു ജീവിതം, എപ്പോഴും നല്ല ചിന്തകൾ, എപ്പോഴും നല്ലൊരു ജീവിതം, മുത്തായ തങ്ങളെ കണ്ടുകൊണ്ടുള്ളൊരു ജീവിതം, എപ്പോഴും മദീന ചിന്തിക്കുന്നൊരു നല്ലൊരു ജീവിതം നമുക്ക് ലഭിക്കണം. അല്ലാഹു തആല അത്തരത്തിലുള്ള നല്ലൊരു ജീവിതം അല്ലാഹു നമുക്ക് തരട്ടെ, ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനികളെ, നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങൾ വരാതിരിക്കാൻ, ബുദ്ധിമുട്ടുകൾ, തടസ്സങ്ങൾ, കുടുക്കുകൾ ഇടയ്ക്കിടെ മക്കൾക്കും അതേപോലെ തന്നെ മാതാപിതാക്കൾക്കും ഭാര്യന്മാർക്കും തനിക്കും രോഗങ്ങൾ വന്നുകൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ എപ്പോഴും മനസ്സിനൊരു സമാധാനമില്ല, എപ്പോഴും വീട്ടിലൊരു ബറക്കത്തില്ലാത്തൊരു അവസ്ഥ, കടങ്ങൾ കൂടി വരുന്നു. അങ്ങനെ ടോട്ടലായി പറഞ്ഞാൽ, മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു സന്തോഷമില്ലാത്തൊരു ജീവിതം. നമുക്ക് സന്തോഷമുള്ളൊരു നല്ല ജീവിതം ലഭിക്കാൻ, നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളായി മാറാൻ, മക്കളിലും നമുക്കും അല്ലാഹുവിന്റെ പ്രത്യേകമായൊരു സഹായം ലഭിക്കാൻ ഈ പറയാൻ പോകുന്ന വിക്ർ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. ഈ പറയാൻ പോകുന്ന അത്ഭുതമായ വിക്ർ, ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നാം നടത്തിയിരിക്കണം. സുബഹി നിസ്കാരത്തിന് ശേഷമാണ് ഈ വിക്ർ ചൊല്ലേണ്ടത്. ഏതാണ് വിക്ർ? യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ്, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് എന്ന തുടങ്ങുന്ന ചെറിയൊരു ദിക്ർ ദിവസവും, എല്ലാ ദിവസവും സുബഹി നിസ്കാരത്തിന് ശേഷം 11 തവണ ചൊല്ലുന്ന പതിവാക്കി വന്നാൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവുകയില്ല, കടങ്ങൾ വർദ്ധിക്കുകയില്ല. ഉള്ള കടമാണെങ്കിലോ തീർന്നു കിട്ടാനുള്ള വഴികൾ അവന്റെ മുമ്പിൽ തെളിഞ്ഞു വരും. മക്കൾ നന്നാകും, മക്കൾ നല്ല പഠിക്കുന്നവരായി മാറും. അതേപോലെ തന്നെ ഇടയ്ക്കിടെ വരുന്ന രോഗങ്ങൾ ഉണ്ടാവുകയില്ല, പ്രയാസങ്ങൾ വരികയില്ല, ബുദ്ധിമുട്ടുകൾ വരികയില്ല, പ്രശ്നങ്ങളിൽ ഇദ്ദേഹം പെടുകയില്ല. ഇദ്ദേഹത്തിന്റെ മനസ്സെപ്പോഴും നല്ല ഒരു ചിന്തയുടെ മനസ്സായി മാറും. അങ്ങനെ നല്ലൊരു ജീവിതം നമുക്ക് ലഭിക്കും. ഈ ദിക്ർ പതിവാക്കിയ മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചതാണ്. ഇതുകൂടെ എല്ലാവരും പകർത്തുക. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.